ഓരോ കുരിശും പറയുന്നത് ഇങ്ങനെ ദൈവത്തിൻ്റെ ജനറോസിറ്റിയെക്കുറിച്ചാണ്. നമ്മളിങ്ങനെ യേശുവിൻ്റെ ബലി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും അതിങ്ങനെ യേശുവിൻ്റെ ബലി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ പിതാവിൻ്റെ ബലിയാണ്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. നമുക്കറിയാം സഹിക്കുന്നത് പിതാവാണ്. പലപ്പോഴും അതിൻ്റെ ഹവിസിലേക്ക് വീഴുന്ന ഒരു വ്യക്തിയോ സൂചനകളോ അല്ല ഈ കരിഞ്ഞു പോകുന്നത്, അവശേഷിക്കുന്നവരാണ്. അബ്രഹാമിൻ്റെ ബലിയൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിചാരമായിട്ട് മാറുന്നത്. അബ്രഹാം ഇങ്ങനെ കുഞ്ഞിനെ ബലിയർപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊടുവാൾ ഉയർത്തുമ്പോഴേക്കും ആ കുഞ്ഞിനെ വേണ്ട ഒരു ആട്ടിൻകുട്ടിയെ മതി എന്ന് പറയുമ്പോൾ പിടുത്തം കിട്ടി. അല്ലെങ്കിൽ അബ്രഹാത്തിൻ്റെ മകന് പകരമായിട്ട് ഈ ആട്ടിൻകുട്ടിയെ കരുതി വച്ചിരുന്ന ഒരാൾ തൻ്റെ മകന് പകരമായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കരുതി വെച്ചില്ല എന്നുള്ളതാണ് ഈ കുരിശിൻ്റെ ഉദാഹരണം എന്ന് പറയുക. ഇങ്ങനെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള ഒരു വിചാരമാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരഞ്ഞൊരിഞ്ഞ് മാത്രമേ നമുക്ക് ശുദ്ധീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ ഈ ജനറോസിറ്റി എന്ന് പറയുന്നത്.